കുഞ്ഞൂസിനെ രാവിലെ എപ്പോൾ പുറത്ത് വിടുകയാണെന്നുണ്ടെങ്കിലും അവൾ ഈ ഒരു ബാക്ക് സൈഡിൽ വന്നിരിക്കൽ പതിവാണ് കേട്ടോ. പല തവണയും ഞാൻ അവളെ തട്ടി തടഞ്ഞ് വിൽക്കാൻ പോകാറുണ്ട്. എന്നാലും എൻ്റെ അടുത്തൊന്നും മാറാതെ ആളിങ്ങനെ ഇരിക്കും കേട്ടോ. ആളെപ്പോഴും കംഫർട്ടായിരിക്കുക ഈ വീതനൻ്റെ ചുവട്ടിലായിരിക്കും. ഇനിയിപ്പോൾ ഞാൻ പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സൈഡ് മാറി തരും. അതുപോലെ തന്നെ അടിച്ചേരുന്ന സമയത്തൊക്കെ മാറി നിന്നാൽ അവിടെ അടിച്ചേരിക്കും എന്നുള്ളൊരു ഭാവത്തിലൊക്കെ നിൽക്കും കേട്ടോ. സഹായിക്കാൻ ഭാവത്തിന് അറിയില്ല എന്നുള്ളൂ. അറിയാമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അതും അവൾ എനിക്ക് ചെയ്തു തരുന്നുണ്ടായിരിക്കും കേട്ടോ. പിന്നെ കുറച്ചധികം സമയം രാവിലെ പതികം ഞാൻ അവളെ നിർത്താറുണ്ട്. അതിന് ശേഷമാണ് പെണ്ണിനെ ഞാൻ കൂട്ടിലാക്കുക കേട്ടോ. ഞാൻ അവളെ ഭക്ഷണം കൊടുത്ത് കൂട്ടിലാക്കിയപ്പോൾ മുതൽ ശങ്കരി നോട്ടട്ടതാ കണ്ടില്ലേ. ശങ്കരി തോണ്ടി വിളിക്കുന്നത് എനിക്ക് ആ ഭക്ഷണം തരുമോ പറഞ്ഞിട്ട്. ആ ഒരു സമയത്ത് നമ്മളെ കുഞ്ഞൂസിൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടില്ലേ. ഒരൊറ്റ ചീത്ത കേട്ടുള്ളൂ, എനിക്കൊന്നും വേണ്ടായേ എന്നുള്ളൊരു ഭാവത്തിൽ ആളങ്ങോട്ട് മറിഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞത് കണ്ടപ്പോൾ ഉണ്ടായ ചിരി ചെറുതൊന്നുമല്ല കേട്ടോ. കുഞ്ഞൂസ് എന്നെ കണ്ടുകൊണ്ട് ക്ഷമയോടുകൂടി നിൽക്കുകയാണ്. ഒന്നും വേണ്ടില്ലായിരുന്നു എന്നുള്ളൊരു ഭാവത്തിലായിരുന്നു നമ്മളെ ശങ്കരി ഉണ്ടായിരുന്നത്. പിന്നെ ശങ്കരനും അവരുടേതായ ഒരു പരിപാടികളിലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഡി ഡാ എന്നൊക്കെ വിളിക്കുന്നതുകൊണ്ടാണ് ഈ രീതിയിൽ അടങ്ങിയിരിക്കുന്നത് കേട്ടോ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ അവരെപ്പോഴും അടിയായിരിക്കും. അടി പിടിച്ച് ശങ്കരൻ്റെ മേലിൽ തൊലിയൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇതേപോലെ അടി കണ്ടിട്ട് ഞാൻ പുറത്തേക്ക് വേഗം ഇറങ്ങി വന്നതാണ്. അങ്ങോട്ട് എടുത്ത് ചൂരൽ കേട്ടോ. ചൂരലുണ്ട് എടുത്തിട്ട് നല്ലാണ്ട് പൊട്ടിക്കലായിരിക്കും. ഞങ്ങളുടെ ഇങ്ങോട്ട് അടി ഉണ്ടായെന്ന് പറഞ്ഞ് പേടിപ്പിച്ചൊക്കെ ഇരുത്തിയപ്പോൾ ആൾക്കാർ അവിടെ അമർന്നൊക്കെ ഇരിക്കുന്നുണ്ട്. എന്തിനുള്ള ഇരുത്താന്ന് എനിക്ക് തോന്നിപ്പോയിട്ടോ. ഈ ഒരു ഇരുത്തത്തിലാണ് ഞാൻ ശങ്കരിയുടെ നാക്കൊന്ന് ശ്രദ്ധിച്ചത് കേട്ടോ. കണ്ടോ, ഒരു സൈഡിലേക്ക് ഒരു ചായവില്ലേ. ഇനി എല്ലാ നാക്കൊക്കെ അങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞൂസിനും മീറ്ററൊന്നും അങ്ങനെയല്ല കേട്ടോ. പക്ഷേ നമ്മളെ ശങ്കരനും അങ്ങനെയല്ല. പക്ഷെ ശങ്കർ ഇപ്പോൾ രണ്ടാമത് റെഡി ആക്കിയപ്പോൾ നാവ് കറക്റ്റായി വന്നു. പക്ഷെ പിന്നെ എല്ലാ സൈഡിലേക്ക് പോകുന്നുണ്ട്. ഇത് കോമൺ ആയി കാണുന്ന ഒരു കാര്യമാണോ? ആണെങ്കിൽ നിങ്ങൾ താഴ്ന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞത് മനസ്സിലായത് ശങ്കരിക്കാ തോന്നുന്നുണ്ട്. ആളവിടെ അടങ്ങി കിടക്കുന്നുണ്ട്. പക്ഷെ ശങ്കരൻ ആളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവസാനം സഹി കെട്ട് നമ്മളെ ശങ്കരി പ്രതികരിക്കൂ. ഇവരെ നേരാക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞൂസ് അപ്പുറത്തുനിന്ന് സൗണ്ട് ഉയർത്തുന്നുണ്ട്. പിന്നാലെ തന്നെ ഞാനും പോയിട്ട് എൻ്റെ സൗണ്ട് ഉയർത്തുന്നുണ്ട് കേട്ടോ. ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞതല്ലേ മിണ്ടാതിരിക്കാനെന്ന് പറഞ്ഞിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു കുഞ്ഞൂസിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. ശങ്കരി ആണെങ്കിലോ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഭാവത്തിലോ, ശങ്കരനോ എനിക്കൊന്നും അറിയില്ല എന്നുള്ളൊരു ഭാവത്തിലായിരുന്നു കേട്ടോ. അവസാനം ഒന്നും നോക്കിയില്ല, ഞാൻ 3 ആളെയും 3 കൂട്ടിലങ്ങോട്ടാക്കി. ഇനിയിപ്പോൾ എന്തായാലും എന്തായാലും 2 പേരെ ഒരു കൂട്ടിലാക്കാൻ വേണ്ടി പറ്റില്ല. എന്തായാലും 2 ആളെ സെപ്പറേറ്റ് ആക്കിയുള്ള ഏറ്റവും വലിയൊരു ഗുണം തരാം. അതപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. അങ്ങോട്ട് എല്ലാവരും അങ്ങോട്ട് ഉറങ്ങും കേട്ടോ. ഒരാൾ ഉറങ്ങിയാൽ തന്നെ പിന്നാലെ വരിയായിട്ട് എല്ലാവരും അങ്ങോട്ട് ഉറങ്ങിക്കോളും.